ഹലോ ഗൈസ്, എല്ലാവർക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കഥ സംഭാഷണങ്ങൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ തുളസിമാല കെട്ടി, പിന്നെയോ കൃഷ്ണന് ഒരുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടെടുത്ത് ഇടക്കൊന്ന് കോട്ടവ വന്നേ. അല്ലേ, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഇടക്ക് കോട്ടവ വരും, അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ കൃഷ്ണനെ മുണ്ടൊക്കെ വിരിച്ച് പിന്നെ കൃഷ്ണനെ കയറ്റിയിരുത്തി. പിന്നെ നമ്മൾ മഞ്ചാടി എടുത്തു, മയിൽപ്പീലി എടുത്തു, ഊടക്കുഴലെടുത്തു, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഉരുളിയില്ലേ, ഉരുളിക്കകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അരി നിറച്ച് വെച്ചു. അരി നിറച്ചത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ കൃഷ്ണനെ വെക്കാൻ കുറച്ചും കൂടെ പൊക്കം വേണമായിരുന്നു. അങ്ങനെ നമ്മൾ പൊക്കം വെച്ചു. പിന്നെ പൈനാപ്പിൾ, അങ്ങനെ കുറേ അധികം ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ വെച്ച് റെഡിയാക്കി സെറ്റാക്കി. മയിൽപ്പീലിയും പട്ടും കണ്ണാടിയും എന്താ പറയുക, അങ്ങനെ തുടങ്ങിയ സാമഗ്രികളൊക്കെ വെച്ചു. പിന്നെ കൃഷ്ണന് മാല ഇട്ട് കൊടുത്തു. 3 മാലയാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് സ്വർണ്ണങ്ങളാകത്ത മാല, ഒന്ന് എന്ത് മാലയാണ്, നമ്മുടെ മുല്ലപ്പൂ മാല, ഒന്ന് തുളസി മാല. പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് മുണ്ട്, പിന്നെ എന്താ പറയുക, വെറ്റയും പാക്കും, കൺമഷി, സിന്ദൂരം, പിന്നെ നമ്മളൊരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം, പിന്നെ വിളക്ക്. പിന്നെ ആ വിളക്കിൻ്റെ താഴത്തായിട്ടുള്ള ഒരു ഇതില്ലേ, അതെടുത്ത് അത് മറ്റേ പ്ലേറ്റ് മാറ്റിയിട്ട് ആ പ്ലേറ്റ് ആക്കിയിട്ട്, പിന്നെ ഞാൻ വിളക്കിനും തേങ്ങക്കകത്തും എണ്ണ എടുത്ത് വെച്ച്. പിന്നെ തിരി, എനിക്ക് 5 തിരി ഇടാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് 5 തിരി ഇടാൻ അറിയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ചോദിച്ചാൽ പറയാം, ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാവിലെ നേരെ ഇട്ടോളാന്ന് പറഞ്ഞു. പിന്നെ ഒരു നാഴിക്കകത്ത് പിന്നെ അരി വെച്ചു. അങ്ങനെ പിന്നെ തിരി കുത്തി. പിന്നെ നമ്മൾ എന്താ പറയുക, ഫേക്ക് മറ്റേ കണിക്കൊന്ന വെച്ചു. അങ്ങനെ ഒറിജിനൽ കണിക്കൊന്നയും വെച്ചു. പിന്നെ കളറ് കണിക്കൊന്നയും വെച്ചു. പിന്നെ കളറൊക്കെ തൂക്കി, കളർ മീൻസ് ബൾബൊക്കെ തൂക്കി. അപ്പോൾ ഇന്നത്തേക്ക്